പ്രീപോൾ സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്ത് വന്നിരിക്കുന്ന സർവേയാണ് ലോക് പോളിൻ്റെ സർവേ. ഇതിനിടയ്ക്ക് മലയാള മനോരമയുടെ സർവേ വന്നു, റിപ്പോർട്ടറിൻ്റെ സർവേ വന്നു, മറ്റൊരുപാട് ഏജൻസികളുടെ സർവേ വന്നിട്ടുണ്ട്. ഈ എല്ലാ ഏജൻസികളും ഒരു 80-85 സീറ്റിൽ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ശക്തമായി പറയുന്നത്. ഇപ്പോൾ NDAക്ക് 2 സീറ്റ് കിട്ടുമെന്നും 51 മുതൽ 59 സീറ്റ് വരെ ആയിരിക്കും LDFനെന്ന് പറഞ്ഞുകൊണ്ട് ലോക് പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് UDFന് 43 മുതൽ 45% വരെ, നേരത്തെ 38% കിട്ടിയിരുന്നു, 43 മുതൽ 45% വരെ വോട്ടും, LDFന് 39 മുതൽ 41% വരെ വോട്ടും. അപ്പോഴൊരു പ്രശ്നമുള്ളത് BJPക്ക് 13 മുതൽ 15% വോട്ടേ പറയുന്നുള്ളൂ. അത് തെറ്റാവാനാണ് സാധ്യത. കാരണം BJPക്ക് 13 മുതൽ 15% വോട്ട് വരികയും അങ്ങനെയാണെങ്കിൽ ആ BJP വോട്ടുകളെല്ലാം CPMും കോൺഗ്രസുമായി പിടിക്കുകയും ചെയ്യുന്നു. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് CPMന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഈ ലോക് പോൾ സർവേയിൽ. അതിനേക്കാൾ കൂടുതൽ വോട്ട് UDFനും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രസകരമായ പഠനമാണോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. LDFന് 51 മുതൽ 59 സീറ്റ് വരെ, 60 സീറ്റിന് താഴെയാണ്. 39 മുതൽ 42% വരെ വോട്ട് കിട്ടും. 43 മുതൽ 45% വരെ വോട്ട് കിട്ടുന്ന UDF 81 മുതൽ 86% വരെ. NDAയുടെ 2 സീറ്റ് 13 മുതൽ 25 വരെയാണ്. ആ സീറ്റുകൾ ഇനി നേമത്താണോ, വട്ടിയൂർക്കാവിലാണോ, കഴക്കൂട്ടത്താണോ, കാട്ടാക്കടയാണോ, ശോഭാ സുരേന്ദ്രൻ്റെ പാലക്കാടാണോ, പത്മജ ബലോമണ്ഡ തൃശ്ശൂരാണോ, സുരേന്ദ്രൻ്റെ മഞ്ചേശ്വരമാണോ, ഏതാണെന്ന്, അതേ കുമ്മനത്തിൻ്റെ ആറന്മുളയാണോ, അത് MD രമേശിൻ്റെ കോഴിക്കോടാണോ, എവിടെയാണ് ഈ സീറ്റ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. കൃഷ്ണകുമാറിൻ്റെ വട്ടിയൂർക്കാവ്, ഇങ്ങനെ കുറേ സീറ്റുകളുണ്ട്. അതിലേതാണ് സീറ്റ് വരുന്നതെന്നറിയില്ല. ഫെബ്രുവരി മാസം 9-ാം തീയതി മുതൽ 24,000 തീയതി വരെ നടത്തിയ സർവേ, ഈ കഴിഞ്ഞ 2-3 ദിവസം നടന്ന സർവേ, ലോക്പാലിൻ്റെ സർവേ, ഒരു മണ്ഡലത്തിൽ നിന്ന് ഏകദേശം 300 പേരെയാണ് അവർ സർവേയിൽ പങ്കെടുത്തത്. 42,000 പേരിൽ നിന്നാണ് അഭിപ്രായം ആരാഞ്ഞതെന്ന് സർവേക്കാർ അവകാശപ്പെടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, ക്രമക്കേടുകൾ LDF സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് കാര്യമായ ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സർവേ പറയുന്നത്. അപ്പോഴും ശബരിമലയുടെ ഗുണം കിട്ടുന്നത് UDFനാണ് എന്നുള്ളതാണ്. UDFിലെ ഒരുപാട് പേരും കോൺഗ്രസിലെ പലരും ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ തന്നെ ആളുകൾ LDF വിരുദ്ധ വോട്ട് ചെയ്ത് UDF വോട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു കൗതുകം കൂടി ഈ തെരഞ്ഞെടുപ്പുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ദുർഭരണം, അഴിമതി ആരോപണങ്ങൾ LDFന് ക്ഷേമ പദ്ധതികളെ മറച്ചു കളഞ്ഞതായും സർവേ കളയുന്നു. അതല്ല, എന്തെല്ലാം കൊടുത്തെങ്കിലും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചോറും കൊടുത്ത് 2 അടിയും കൂടെ കൊടുത്താൽ ചോറ് മറന്നു പോകും, അടിയായിരിക്കും ഓർത്തിരിക്കുന്നത്. വളരെ കൃത്യമാണ്. നമ്മൾ ചോറെല്ലാം വെച്ച് കൊടുത്തിട്ട് അല്പം ചാണകം അതിൻ്റെ സൈഡിൽ ഇലയിൽ വെച്ച് കൊടുത്താൽ അയാൾ എണീറ്റ് പോവുകയും ചെയ്യും, അതായിരിക്കും ഓർമ്മയിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള 25-30 കറി സദ്യയിൽ വെച്ചത് കാര്യമില്ല. അതുപോലെ അഴിമതിയും ദുർഭരണവും സ്വജനപക്ഷപാതവും PSC നോക്കുകുത്തിയുള്ള പിൻവാതിൽ നിയമനവും, അത് കരാർ തൊഴിലും, അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമവും ശബരിമല കൊള്ളയും, ഇതെല്ലാം കൂടി കിടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യം കൊടുത്താലും അതെല്ലാം തട്ടിപ്പാണ് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായി കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കൂട്ടത്തോടെ UDFിലേക്ക് പോകും. മലബാറിൽ എല്ലാ വോട്ടുകളും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സകല സീറ്റും മുസ്ലിം ലീഗ് പിടിക്കാനാണ് സാധ്യതയുള്ളത്. ഇരവിപുരത്ത് നൗഷാദ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ RSPക്ക് വലിയ സീറ്റ് കിട്ടിയിട്ടില്ല, വോട്ട് കിട്ടിയില്ല. എന്നാൽ ഇപ്രാവശ്യം ഇരവിപുരത്ത് RSPയിൽ ആര് മത്സരിച്ചാലും, ഹിന്ദു മത്സരിച്ചാൽ, ഇപ്പോൾ പറയുന്ന ഹിന്ദുവായിട്ടുള്ള നായറായിട്ടുള്ള കാൻഡിഡേറ്റാണ് വരുന്നത്, അദ്ദേഹം മത്സരിച്ചാലും ചെറുപ്പക്കാരനാണ്. മുസ്ലിം ലീഗും മുസ്ലിങ്ങളും ഒന്നടങ്ക് വോട്ട് ചെയ്യാനുള്ള കൺസോളിഡേറ്റ് ആയിട്ട് മുസ്ലിം വോട്ട് UDFന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ മാണി ഗ്രൂപ്പ് ക്ഷയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശക്തമായ വോട്ട്, ക്രിസ്ത്യൻ വോട്ട് സമ്പൂർണ്ണമായി കൺസോളിഡേറ്റ് ചെയ്ത് UDFന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ LDFൻ്റെ വോട്ട് ബാങ്കുകൾ നെൽകർഷകർ, കശുവണ്ടി തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർക്കിടയിൽ അതൃപ്തിയുണ്ടെന്നും സർക്കാർ ജീവനക്കാർക്ക് എന്തെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിലെല്ലാം വിശ്വാസവഞ്ചന വന്നെന്നും ഇപ്പോൾ കൊടുത്തതൊന്നും ഏറ്റിട്ടില്ല എന്നും, ഈ വിശന്ന് അവസാനം ചെറിയ കഞ്ഞി ചോദിച്ചു, ചെറിയ പയർ ചോദിച്ചു, ചോറ് ചോദിച്ചു, ഇതൊന്നും കൊടുക്കാതെ അവസാനം ബീഫും പെറോട്ടയും കൊടുത്തപ്പോൾ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവനക്കാർ ആയിപ്പോയി എന്നുള്ള സങ്കടകരമായ ഒരു ബന്ധം ബാലഗോപാലും ജീവനക്കാരും തമ്മിലുള്ള ബിലീഫ് ഓഫ് ബ്രീച്ച്, അതായത് വിശ്വാസ ലംഘനം തന്നെയാണ് ബ്രീച്ച് ഓഫ് ബിലീഫ് നടന്നിരിക്കുകയാണ്. അവിടെ ഒരു ബിലീഫിന് ബ്രീച്ച് ഉണ്ടായിരിക്കുകയാണ്, ഒരു കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അറിയപ്പെടുന്നു. UDFിൽ ഐക്യമില്ലെന്ന പ്രചരണങ്ങളിൽ പോലും
മുന്നണിയിലെ ഇഴയെടുപ്പം വോട്ട് ചോരാനുള്ള സാധ്യത കുറവ്, തദ്ദേശഭരണ സ്ഥാപനത്തിൽ കിട്ടിയ ഒരു അപ്പർ ഹാൻഡ്, വി.ഡി. സതീശൻ്റെ പുതിയ യാത്ര. എന്ത് പറഞ്ഞാലും പിണറായിയെപ്പോൾ ഒരു ഏകഛത്രാധിപതിയായ ഒരു മനുഷ്യനെതിരെ ഇത്രയെങ്കിലും പ്രതിരോധിച്ച് നിൽക്കാൻ വി.ഡി. സതീശന്, ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയായിരുന്നെങ്കിൽ അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, വേറൊരു തരത്തിൽ അദ്ദേഹം പ്രതിരോധിച്ച് നിൽക്കുമായിരുന്നു. എന്തായാലും ഇല്ല, ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനമായി പ്രതിരോധിച്ച് നിൽക്കുന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. ആ വി.ഡി. സതീശൻ്റെ ആ ഒരു പ്രഭാവവും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് യു.ഡി.എഫിന് വലിയ അർത്ഥമുണ്ടാക്കും. തിരുവനന്തപുരത്തെ ചില കേന്ദ്രങ്ങളിൽ മാത്രമേ ബി.ജെ.പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയൂ എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. അപ്പോൾ മഞ്ചേശ്വരത്ത് എന്ത് സംഭവിക്കും, പാലക്കാട്, തൃശ്ശൂർ എന്ത് സംഭവിക്കും, ചെങ്ങന്നൂരിൽ എന്ത് സംഭവിക്കും, തിരുവല്ലയിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ എ പ്ലസ് ക്ലാസ്സുകളായിട്ടുള്ള ഒരു 10ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് കൗതുകകരമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രവചിക്കപ്പെടുന്ന സീറ്റുകളുടെ മറ്റൊരു നിലവാരം ഇങ്ങനെയാണ്. വടക്കൻ കേരളത്തിൽ 11 മുതൽ 16 സീറ്റ് വരെ മാത്രമേ യു.ഡി.എഫിനുള്ളൂ. അതേസമയം എൽ.ഡി.എഫിനുള്ളൂ 11 മുതൽ 16 വരെ എൽ.ഡി.എഫിനും, 32 മുതൽ 37 സീറ്റ് വരെ യു.ഡി.എഫിനും. അത് വലിയൊരു ഹൈപ്പാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ എൽ.ഡി.എഫിന് 18 മുതൽ 23 സീറ്റേ പറയുന്നുള്ളൂ. അതേസമയം 30 മുതൽ 35 സീറ്റ് വരെ യു.ഡി.എഫിന് പറയും. എന്ന് പറഞ്ഞാൽ കോട്ടയവും എറണാകുളവും പത്തനംതിട്ടയും ഒക്കെ തൂത്തുവാരുമെന്നാണ് യു.ഡി.എഫ്. അങ്ങനെയാണെങ്കിലും ഇത്രയും സീറ്റ് വരുള്ളൂ. അതുപോലെ മലപ്പുറം, തൃശ്ശൂർ, പാലക്കാടും ഒക്കെ തൂത്തുവാരണം. കണ്ണൂരും കാസർഗോഡും നടക്കില്ലല്ലോ, എൽ.ഡി.എഫിൻ്റെ കോട്ടയാണല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ തിരികെ പറഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, കോഴിക്കോടും ഒരു പരിധി വരെ കോഴിക്കോട്, പിന്നെ താഴേക്ക് വരുമ്പോൾ പിന്നെ കോട്ടയം, പത്തനംതിട്ട, ഈ ജില്ലകളെല്ലാം തൂത്തുവാരണം. അങ്ങനെ തൂത്തുവാരുമ്പോഴാണ് യു.ഡി.എഫ് തൂത്തുവാരിയാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം നടക്കും. എൻ.ഡി.എഫിന് മധ്യ കേരളത്തിലും സീറ്റില്ല. തെക്കൻ കേരളത്തിലെത്തുമ്പോൾ 19 മുതൽ 23 വരെ സീറ്റാണ്. തെക്കൻ കേരളം നോക്കൂ, നല്ല രസമാണ് ഈ പോൾ സർവേയിൽ. തെക്കൻ കേരളത്തിൽ 19 മുതൽ 23 സീറ്റ് വരെ എൽ.ഡി.എഫ് പിടിച്ചേക്കാം. 13 മുതൽ 17 സീറ്റ് വരെ മാത്രമേ യു.ഡി.എഫ് പിടിക്കൂ. 2 സീറ്റ് എൻ.ഡി.എ പിടിച്ചേക്കാം. തെക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൻ്റെ മനസ്സ് മുസ്ലിം വോട്ടുകളുടെ സമാഹരണത്തിൽ ലീഗ് മുഖ്യ കാരണമാകുമെന്നും സർവേ വിലയിരുത്തുന്നു. മലപ്പുറത്ത് സമ്പൂർണ്ണ ആധിപത്യവും കോഴിക്കോട്ട് വലിയ സർപ്രൈസുകൾക്കും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യു.ഡി.എഫിന് നേട്ടമുണ്ടാകും. കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ എൽ.ഡി.എഫ് കോട്ടകൾക്ക് ഇക്കുറയും ഇളക്കം തട്ടാൻ സാധ്യത കുറവാണ്. അത് പരമ്പരാഗത സീറ്റുകളാണ്. കണ്ണൂരിലെ പ്രാദേശിക അഴിമതി ആരോപണങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ പ്രശ്നമുണ്ടെങ്കിലും കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ജില്ല ചില കേന്ദ്രങ്ങളിൽ ബി.ജെ.പി മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ, എറണാകുളം, സീറോ മലബാർ സഭ, ലത്തീൻ കത്തോലിക്ക സഭ, ഇതെല്ലാം കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീഴാനാണ് സാധ്യത. പക്ഷേ അതിൽ വിള്ളലുണ്ടാക്കാൻ മോദിയും രാജീവ് ചന്ദ്രശേഖരും ശ്രമം നടത്തിയിട്ടുണ്ട്. അത് എത്ര കണ്ട് വിജയിക്കുമെന്നറിയത്തില്ല. ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടൊക്കെ ഉണ്ട്, പക്ഷേ അതറിയില്ല. അതുപോലെ റബ്ബർ വില കോട്ടയത്ത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അത് യു.ഡി.എഫിന് ഗുണകം. കാർഷിക മേഖല പ്രതിസന്ധി, വന്യജീവികളുടെ ആക്രമണം, പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ എൽ.ഡി.എഫിന് തിരിച്ചടി ഉണ്ടായേക്കാം. ധീവര, വിശ്വകർമ്മ സമുദായങ്ങളെ കടന്നിലുള്ള നീക്കങ്ങൾക്ക് ബി.ജെ.പി നടത്തുന്നുണ്ട്. 2020 ബി.ജെ.പിയുടെ സഖ്യം എന്തെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാനിടയില്ല എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. ഇനി അവസാനമായി തെക്കൻ കേരളത്തെയും നോക്കുമ്പോൾ എൽ.ഡി.എഫിന് തെക്കൻ കേരളത്തിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. പല സിറ്റിംഗ് എം.എൽ.എമാർക്ക് നേരെ ഭരണവിരുദ്ധ താരതമ്യേന കുറവാണ്. ആലപ്പുഴയിലെയും തിരുവനന്തപുരം പരമ്പരാഗത വോട്ട് ഈഴ വിഭാഗത്തിൽ ബി.ജെ.പിയുടെ കടന്നുകയറ്റ വോട്ട് വിഭജനത്തിൽ കാരണമാവുകയും അത് പരോക്ഷമായി യു.ഡി.എഫിന് ഗുണകരമായും ചെയ്യും. ഭരണവിരുദ്ധ വികാരം, ശബരിമല വിഷയം എന്നിവ, ക്രിസ്ത്യൻ, മുസ്ലിം, കോൺഗ്രസ് അനുഭാവമുള്ള നായർ വോട്ടുകൾ എന്നിവയെ യു.ഡി.എഫിനോടൊപ്പം നിർത്തും. ഇത് പത്തനംതിട്ടയിൽ നിർണായകമായ നേട്ടത്തിന് കാര്യമാകും. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഗണ്യമായ നേട്ടത്തിനും വഴിവെക്കും. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും യു.ഡി.എഫ് നേട്ടമുണ്ടാക്കും. നെൽകർഷകർ, കശുവണ്ടി കയർ തൊഴിലാളികൾ, തൊഴിലുറപ്പുകാർ, ആശാ വർക്കേഴ്സ് എന്നിവർക്കിടയിൽ അസംതൃപ്തിയും യു.ഡി.എഫിന് ഗുണകരമായേക്കാം. തിരുവനന്തപുരത്ത് ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്തായാലും 85 ഈ ലോക് പോൾ പറയുന്നത്. ആര് പറഞ്ഞു അങ്ങനെയെന്ന്? നമ്മളുടെ ഒരു കണക്കനുസരിച്ച് ഇത് 90 കടന്ന് 100ലേക്ക് പിടിക്കാനുള്ള ഒരു പുതുയുഗ യാത്രയാണ്. കാസർഗോഡ് നിന്ന് വന്ന് ഇന്നിപ്പോൾ കൊല്ലത്ത് കയറിയിട്ടുണ്ട് യാത്ര. അടിച്ച് പൊളിച്ച് ബ്രഹ്മാണ്ഡ സിനിമ പോലെ, ബാഹുബലി പോലെ വരുന്നുണ്ട് നമ്മുടെ സതീശൻ ചേട്ടൻ.